Good afternoon. Good afternoon, Good ma'am. afternoon. Okay, good afternoon. ഒരു മിനിറ്റ് തന്നെ ഞാൻ ഊണ് കഴിക്കാൻ ലേറ്റ് ആയിപ്പോയി. കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വായിച്ചു നോക്കിയോ? 2 ദിവസം അവധി കിട്ടിയപ്പോ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ നിങ്ങള്? എന്താണ് ഒരു മറുപടി ഇല്ലാത്ത? ആരും വായിച്ചു നോക്കിയില്ല? ഓക്കെ, വായിച്ചു നോക്കി അല്ലെ. ഡെയിലി വായിക്കണോണ്ട് ഈ ചാപ്റ്റർ, കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നീട് ഒരു ദിവസത്തേക്ക് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. ഓക്കെ സൗമ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? അക്രഡിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ, അതായത് അംഗീകാരം എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു അക്രഡിറ്റേഷൻ കൊണ്ട് പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, സ്റ്റാഫിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. പിന്നെ ഈ പറയുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചില ബോർഡുകളുണ്ട് അല്ലെ. ഇപ്പൊ NABH ഉണ്ട്, NABL ഉണ്ട്, ACHSI ഉണ്ട്, JCI ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. NAB എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോനോമസ് ബോഡിയാണ്, അതായത് സ്വയം ഭരണ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് NAB അല്ലെ, NABH. പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. NABH ഗൈഡ് ബുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുകൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു NABH ഗൈഡ് ബുക്കിന് സ്റ്റാൻഡേർഡ്സിന് പ്രധാനമായിട്ടും 10 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത് പഠിച്ചു വെക്കണം കേട്ടോ. 10 ചാപ്റ്റേഴ്സുകള്, അതുപോലെ തന്നെ 100 സ്റ്റാൻഡേർഡ്സുകള്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്, അത്ര അടങ്ങുന്നതാണ് എന്ത് ഈ പറയുന്ന NABന്റെ ഗൈഡ് ബുക്ക്. ഓക്കെ, NABന്റെ ഗൈഡ് ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 10 ചാപ്റ്റേഴ്സ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന്. എന്താണ് സ്റ്റാൻഡേർഡ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ് അല്ലെ. അതായത് ഒരു പ്രകടനത്തിനായിട്ടുള്ള എന്താണ് ഒരു കൂട്ടം ലക്ഷ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലെ. ഒരു പ്രകടനത്തിനായിട്ടുള്ള ഒരു കൂട്ടം ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വേറൊന്നുമില്ല, എന്താണ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിന് പകരം കുറച്ചും കൂടെ നല്ല വേർഡ് പറയുകയാണെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് നമുക്ക് പറയാം. സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഓർ ക്രൈറ്റീരിയ ഓർ റിക്വയർമെന്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പേഷ്യന്റിന്റെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലുള്ള ക്വാളിറ്റി, അതുപോലെ തന്നെ സുരക്ഷിതത്വം, പിന്നെന്താണ് ഈ പറയുന്ന പരിചരണത്തിൽ കൊടുക്കുന്ന ഒരു എക്സലൻസ് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റല് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, അതിനെയാണ് എന്തുദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായത്? ഒറ്റ സെന്റൻസിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. ഒരു പ്രകടനത്തിനായിട്ടുള്ള ഒരു കൂട്ടം ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി കെയർ ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് ഏതൊരു ഹോസ്പിറ്റലും നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ,
പിന്നെ നമ്മൾ പറഞ്ഞു എലമെന്റ്സ് എന്താണെന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ഓരോ സ്റ്റാൻഡേർഡിന്റെയും കീഴിലായിട്ട് ഏകദേശം 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. എന്താണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? അത് വേറൊന്നുമല്ല, ഈ പറയുന്ന നാബിന്റെ മാനദണ്ഡങ്ങൾ ഓരോ ഹോസ്പിറ്റലും പാലിക്കുന്നുണ്ട്, എത്രമാത്രം പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാലിക്കുന്നതിന്റെ ഒരു അളവുകോല്. ഓക്കെ, ഒരു മെഷർ ടൂളാണ് എന്തെന്ന് പറയുന്നത്, എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എലമെന്റ്സ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. ഓക്കെ, അതായത് ഒരു പെർഫോമൻസ്, ഒരു പ്രകടനം നമ്മൾക്ക് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം എന്താണ്, മെഷറബിൾ ആയിട്ടുള്ള, വെരിഫയബിൾ ആയിട്ടുള്ള ടൂൾസുകൾ, അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ പ്രധാനമായിട്ടും നാല് കാറ്റഗറിയിലായിട്ടാണ് തിരിച്ചേക്കുന്നത്. അത് പഠിച്ചു വെക്കണേ. 4 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ തിരിച്ചു വെക്കുന്നത്. ഏതൊക്കെയാണ് 4 കാറ്റഗറി? ഒന്ന് കോർ കാറ്റഗറി. ഒന്നാമത്തെ എന്താണ്? കോർ കാറ്റഗറി. രണ്ടാമത്തെ എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. രണ്ടാമത്തെ എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. മൂന്നാമത്തത് എന്താണ്? അച്ചീവ്മെന്റ് കാറ്റഗറി. മൂന്നാമത്തെ എന്താണ്? അച്ചീവ്മെന്റ് കാറ്റഗറി. നാലാമത്തേത് പറയുന്നത് എക്സലൻസ് കാറ്റഗറി. മനസ്സിലായോ? പറഞ്ഞേ. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ 4 കാറ്റഗറിയിലാണ് നമ്മൾ ഓരോ ഘടകങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, ആൻഡ് ഫോർത്ത് വൺ എന്താണ്? എക്സലൻസ് കാറ്റഗറി. നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു എന്താണ്, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, 1 or 2 are in a core category which are necessarily judged during each assessment. അതിനകത്ത് 651 എണ്ണത്തില് 102 എണ്ണം നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്? കോർ കാറ്റഗറിക്കകത്താണ് പെടുത്തിയിരിക്കുന്നത്. എന്താണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്? ദാറ്റ് ആർ നെസസറി ജഡ്ജ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അതായത് ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും വിലയിരുത്തേണ്ട ഒരു 102 ഘടകങ്ങൾ അടങ്ങിയ കാറ്റഗറിയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും വിലയിരുത്തപ്പെടേണ്ട 102 ഘടകങ്ങൾ അടങ്ങിയതാണ് കോർ കാറ്റഗറികൾ. കോർ എന്ന് പറയുന്നത് എന്താ? കാമ്പ് എന്നൊക്കെയുള്ള അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, മാൻഡേറ്ററി ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും ഒഴിച്ചുകൂടാനാവാത്തത്, നിർബന്ധമായിട്ടും വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് കോർ കാറ്റഗറിക്കകത്ത് വരുന്നത്. എത്ര ഉണ്ട്? 102 ഉണ്ട്. ഓക്കെ, രണ്ടാമത്തത് 459 are in commitment category which will be judged during final assessment. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ഫൈനൽ അസസ്മെന്റ്, അതായത് അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടേണ്ട ഒരു 459 ഘടകങ്ങൾ അടങ്ങിയ കാറ്റഗറിയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ് കേട്ടോ. അത് ഫൈനൽ അസസ്മെന്റ് സമയത്ത്, അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട 459 ഘടകങ്ങളെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പറയുന്നത് 60 are in achievement category which will be estimated during the surveillance assessment. During surveillance assessment. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. 60 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറി എന്താണ്? അത് നിരീക്ഷണ മൂല്യനിർണയ സമയത്ത്, അതാണ് സർവൈലൻസ് അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടേണ്ട 60 ഘടകങ്ങൾ അടങ്ങിയതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എത്രയാണ്? 30 are in excellence category which will be assessed during the re-accreditation. അതായത് പുനർ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടേണ്ട ഒരു 30 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാറ്റഗറിയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഓരോ കാറ്റഗറിയിലും എത്ര എണ്ണം വരുന്നുണ്ട്, ഏതൊക്കെ കാറ്റഗറികളാണ്, ഓരോ കാറ്റഗറിയിലും എത്ര എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഓരോ കാറ്റഗറിയും എന്താണ് വിലയിരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പം 102 എണ്ണം കോർ കാറ്റഗറി എന്തിനാണ്? ഈച്ച് അസസ്മെന്റ്, ഓരോ മൂല്യനിർണയ സമയത്ത് നിർബന്ധമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. 459 എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അത് ഫൈനൽ അസസ്മെന്റ് സമയത്ത്, അതായത് അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടേണ്ടത്. 60 എണ്ണം എന്തിനാ വരുന്നത്? 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി, അത് സർവൈലൻസ് അസസ്മെന്റിന് വേണ്ടിയിട്ട് നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് 30, അത് വന്നിട്ട് എക്സലൻസ് കാറ്റഗറിയാണ്. എന്ത് പർപ്പസിനാണ്? റീ അക്രഡിറ്റേഷൻ സമയത്ത് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഠിച്ചു വെക്കുന്നത്.
out of 651 objective elements, 1 or 2 are in a core category which are necessarily judged during each assessment. Underline cheyyada. 459 number underline cheya are in commitment category which will be judged during final assessment. Final assessment. Adu underline cheyyada. 60 are in achievement category which will be estimated during surveillance assessment. Surveillance assessment. നിരീക്ഷണ മൂല്യനിർണ്ണയ സമിതി നമ്പർ എത്രയാണ് 60. ഏത് കാറ്റഗറിയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി. ഓക്കെ, പിന്നെ എന്താണ് 30 ആർ ഇൻ എക്സലൻസ് കാറ്റഗറി വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് ദ റീ അക്രഡിറ്റേഷൻ. റീ അക്രഡിറ്റേഷൻ അണ്ടർലൈൻ ചെയ്യാം. ഏത് കാറ്റഗറിയാണ് എക്സലൻസ് കാറ്റഗറി. എത്ര എലമെന്റ്സ് ഉണ്ട് 30. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 651 വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി നിങ്ങൾക്ക് പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ ചോദിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും പറയണോ കേട്ടോ. എന്തെങ്കിലും കിട്ടണേ, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാബ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. ഓരോ 100 സ്റ്റാൻഡേർഡ്സിന്റെയും കീഴിലായിട്ട് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 100 എണ്ണവും പഠിക്കില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചില പ്രധാനപ്പെട്ട ചില സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് പഠിക്കണം കേട്ടോ. NABH സ്റ്റാൻഡേർഡ്സ്, അതിനകത്ത് തന്നെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതുപോലെ ആ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട NABHയുടെ ചില മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഓരോന്നിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഓരോന്നിന്റെ ഫുൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇതിന് ചോദ്യം വരാം. ഇതില് ടേംസുകൾ തന്നിട്ട് ഇതില് പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. മനസ്സിലായോ? ചിലപ്പോൾ എല്ലാം കൂടെ ഷഫിൾ ചെയ്ത് തരും. എന്നിട്ട് നിങ്ങളോട് പറയും പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതാണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തിരിച്ചും വരാം, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതാണ് തിരിച്ചറിയാൻ പറയും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കണം. ഓരോന്നും ഏത് ഇതിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഫുൾ ഫോം പഠിച്ചു വെക്കുക. അല്ലാണ്ട് ഈ സ്റ്റാൻഡേർഡ് എന്തിനു ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് AAC? AACയിലെ A എന്താണ്? ആക്സസ് അസസ്മെന്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ് കേട്ടോ. അവിടെ എന്താണ്? ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പ്രവേശനം എന്നുള്ള അർത്ഥമാണ് അല്ലെ. അസസ്മെന്റ് എന്താണ്? വിലയിരുത്തുക. കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? അതായത് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നത് തുടങ്ങി ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു പരിചരണത്തിലുടനീളം ആ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന മാനദണ്ഡമാണ് കേട്ടോ. പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്ന മാനദണ്ഡമാണ് അത് പറയുന്നത്. ഓക്കെ, AAC എന്ന് പറഞ്ഞാൽ ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എന്തിനാണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പം ഓർക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അതായത് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നത് തൊട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ആ പരിചരണത്തിൽ മുഴുവനും ആ ഒരു രോഗിയുടെ സുരക്ഷിതത്വം സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട് എന്ന് നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമാണ് കേട്ടോ. ഉറപ്പാക്കുന്ന ഒരു മാനദണ്ഡമാണ് ഈ പറയുന്ന AAC. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്, COP എന്നാണ് കേട്ടോ. കെയർ ഓഫ് പേഷ്യന്റ് എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ് രോഗി പരിചരണമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന അത്യാഹിത വിഭാഗത്തിലൊക്കെ പെടുന്ന രോഗികൾ, അത്യാഹിതം എന്ന് വെച്ചാൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന രോഗികൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും ഉൾപ്പെടെ, ആവശ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ അടിയന്തര പരിചരണങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു മാനദണ്ഡമാണ് എന്ത് പറയുന്നത്? COP ട്ടാ. കെയർ ഓഫ് പേഷ്യന്റ്. കെയർ ഓഫ് പേഷ്യന്റ് അതായത് അവർക്ക് ആവശ്യമുള്ള ആംബുലൻസ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ അടിയന്തര പരിചരണങ്ങളും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ് കെയർ ഓഫ് പേഷ്യന്റ് അഥവാ COP എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അഥവാ MOM. മാനേജ്മെന്റ് ഓഫ്
മെഡിക്കേഷൻ. പേരിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റൂ അല്ലെ, എന്താണ് മരുന്ന് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡമാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് എന്താണ് അവർക്ക് ഉടൻ തന്നെ അടിയന്തര മരുന്നുകൾ, എന്ത് മരുന്നുകളാണെങ്കിലും ഉടൻ തന്നെ അവർക്ക് മരുന്നുകൾ ലഭ്യമാക്കുക, നിർദ്ദിഷ്ട സമയത്ത് അവർക്ക് മരുന്നുകൾ ഉറപ്പാക്കുക. ഇനി മരുന്ന് കൊടുത്താൽ മാത്രം പോരാ, ആ മരുന്ന് കൊടുത്തതിന് ശേഷം ആ ഒരു രോഗികളെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം, ഓക്കെ, നിരീക്ഷിക്കണം. പിന്നെ മാത്രമല്ല, ഈ മരുന്നുകൾ മൂലം എന്തെങ്കിലും പ്രതികൂല റിയാക്ഷൻസ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് കേട്ടോ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്, രോഗിക്ക് മരുന്ന് കൊടുക്കുന്നു, നിർദ്ദിഷ്ട സമയത്ത് കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഡിലേ വരാതെ ലഭ്യമാക്കണം. മരുന്ന് കൊടുത്താൽ മാത്രം പോരാ, മരുന്ന് കൊടുക്കുമ്പോൾ അവർ രോഗിയെ നിരീക്ഷിക്കണം. ആ മരുന്ന് മൂലം എന്തെങ്കിലും പ്രതികൂല പ്രതികരണങ്ങൾ, റിയാക്ഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് മോം എന്ന് പറയുന്നത് കേട്ടോ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. അടുത്തതാണ് എന്ത്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRA കേട്ടോ. PRA എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്നല്ല, അവിടെ മെയിനായിട്ട് അവകാശങ്ങൾ കേട്ടോ, അവരുടെ അവകാശങ്ങള്, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു മാനദണ്ഡമാണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അഥവാ HIC. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ നമ്മള്. ഈ ആശുപത്രിയിൽ നിന്നും തന്നെ നമുക്ക് അണുബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ, രോഗികൾക്കായാലും മറ്റുള്ള ജീവനക്കാർക്കായാലും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന്, ആ ഒരു അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ വേണം. അത്തരത്തില് ഹോസ്പിറ്റലിനകത്ത് അണുബാധ നിയന്ത്രണ പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ട അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അഥവാ HIC എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ എന്താണ്? പേഷ്യന്റുമായിട്ട് ബന്ധപ്പെടുന്ന, രോഗിയുമായിട്ട് ബന്ധപ്പെട്ട NABH സ്റ്റാൻഡേർഡ്സുകളാണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് AAC അല്ലെ. ഇതൊക്കെയാണ് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. മനസ്സിലായല്ലോ? ഓക്കെ. രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ ഡിസ്ചാർജ് വരെയുള്ള ആ ഒരു കെയറിങ്ങിനകത്ത് പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പാക്കാനുള്ള മാനദണ്ഡം. അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ഫുൾ ഫോം പഠിച്ചു വെക്കാം. പിന്നെ ഏത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. COP എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. MOM എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അല്ലെ, മെഡിസിൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. PRA എന്താണ്? പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ, രോഗിയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡമാണ്. HSC എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ, അണുബാധ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് പേഷ്യന്റ് ആണെന്ന് ഓർക്കാൻ എളുപ്പമുണ്ട്. കാര്യം നോക്കിയ ആക്സസ്, അസസ്മെന്റ്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷനും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആരെയാണ് ചെയ്യുന്നത്? പേഷ്യൻസിനാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ പേഷ്യന്റിന്റെ ആണ്. കെയർ ഓഫ് പേഷ്യന്റ്, ആ പേരിൽ തന്നെ പേഷ്യന്റ് വന്ന് കിടപ്പുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം അത് പേഷ്യന്റ് സെന്റേർഡ് ആണ്. പിന്നെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, അത് കേൾക്കുമ്പോൾ നമുക്കറിയാം മെഡിസിൻസ് ആർക്കാണ് കൊടുക്കുന്നത്? പേഷ്യൻസിനാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവരുമായിട്ട് പേഷ്യന്റ് സെന്റേർഡ് ആണെന്ന് അധികം മനസ്സിലാക്കാം. പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഓൾറെഡി പേഷ്യന്റ് എന്നുള്ള പേര് തന്നെ ടേമിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരുടെ സേഫ്റ്റിയോട് ഉദ്ദേശിക്കുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തതാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ഹോസ്പിറ്റലുമായിട്ട് അഥവാ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അതിനകത്ത് അഞ്ചെണ്ണം തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് PSQ. എന്താണ് PSQ? PSQ എന്താ ഫുൾ ഫോം എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. പേഷ്യന്റിന് ഏറ്റവും സുരക്ഷിതത്വം കൊടുക്കുക, അത് തന്നെയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലെ. അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പരിചരണം കൊടുക്കുക, ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. അതൊക്കെ ആരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അതുകൊണ്ട് PSQ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് ROM. എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ചില ഉത്തരവാദിത്തങ്ങള്. പിന്നെ എന്താണ്? FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി.
ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അതായത് രോഗികൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മാനദണ്ഡമാണ് കേട്ടോ. പിന്നെ പറയുന്നത് HRM ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ മൊഡ്യൂൾസിൽ പഠിച്ചപ്പോ നമ്മൾ HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ HRM കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ലാസ്റ്റ് എന്താണ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ IMS എന്നാണ് പറയാ കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡാറ്റകളും അല്ലെ, എല്ലാ ഇൻഫർമേഷൻസ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളെ കൃത്യമായിട്ട് ഗ്യാദർ ചെയ്ത് കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് കേട്ടോ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. പഠിച്ചോ നിങ്ങള്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? PSQ, പിന്നെ ROM, FMS, HRM, IMS കേട്ടോ. അതിന്റെ ഫുൾ ഫോമുകളൊക്കെ പഠിച്ചു വെക്കണം. ഇത് ഓർക്കാൻ എളുപ്പമുണ്ട്. ഓർഗനൈസേഷൻ സെന്റേർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും പേരിൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്ക് കോമൺ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. ആദ്യത്തിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. പക്ഷെ നമുക്കറിയാലോ, പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിൾ ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? NABH സ്റ്റാൻഡേർഡ്സ് നമുക്ക് 100ഓളം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 100 നമുക്ക് വേണ്ട, ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കണം. പിന്നെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിന് വരുന്ന സാധ്യത ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അതുപോലെ നിങ്ങളോട് ചോദിക്കാണ് ROM എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പേഷ്യന്റ് ആയിട്ട് റിലേറ്റഡ് ആണോ, അതോ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആണോ? എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, അങ്ങനെ ചോദിക്കും. അപ്പൊ അത് അറിയാൻ പറ്റും. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. അതായത് NABHന്റെ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന് വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഡോക്യുമെന്റ്സ്, എന്തെല്ലാം റിക്വയർമെന്റ്സ് വേണം ഒരു NABH അക്രഡിറ്റേഷൻ ലഭിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു NABH സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ടാകേണ്ട റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, വായിക്കാം നമുക്കെന്നാ. ബോറടിക്കണ്ട നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ ഇതാണ്, കുറച്ച് ട്രൈ ചെയ്യാണ് കേട്ടോ. അറിയാലോ, ഈ ചാപ്റ്റർ കുറച്ച് ടഫാണ്. നമുക്ക് അത്ര സുഖമൊന്നുമില്ല ഇത് വായിക്കാനും. വലിയ ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നണം പോലത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അത് മനസ്സിലുണ്ടായേക്കാം. ഇത് വേറെ രീതിയിലല്ലാണ്ട് നമുക്ക് എടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ നോക്കാം, NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. ഫസ്റ്റ് ഇപ്പൊ ഒരുപാട് റിക്വയർമെന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10ഓളം റിക്വയർമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ വരെയുണ്ട് കേട്ടോ റിക്വയർമെന്റ്സ്. അതിനകത്തൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ റിക്വയർമെന്റ് ആണ് മാനുവൽ. എന്താണ് മാനുവൽ? എന്താണ് മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ് കേട്ടോ. ഡോക്യുമെന്റ്സ് തന്നെയാണ്. അത് വന്നിട്ട് ആ ഒരു എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ പോളിസികള്, പ്രൊസീജിയേഴ്സ്, മറ്റു പ്രോട്ടോകോൾസിനൊക്കെ ഒരു കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ തരുന്ന ഒരു എന്താ പറയാ, ഒരു അറിവ് തരുന്ന ഡോക്യുമെന്റ്സ് തന്നെയാണ് കേട്ടോ മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു മാനുവൽ നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. കാര്യം അക്രഡിറ്റേഷന് വേണ്ട കാര്യങ്ങളാണ്, റിക്വയർമെന്റ്സുകളാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് മാനുവലിനകത്ത് പറയുന്നത്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ 3 കാര്യങ്ങളുടെ മാനുവൽസ് ആണ് അവിടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങള്? ഒന്ന് ക്വാളിറ്റി, രണ്ടാമത്തത് സേഫ്റ്റി, മൂന്നാമത്തെ എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ. മനസ്സിലായല്ലോ? രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ ക്വാളിറ്റി കെയർ അല്ലെ, ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പരിചരണം, പിന്നെന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ, അണുബാധ നിയന്ത്രണം. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മാനുവൽസ് ഉണ്ടായിരിക്കണം. ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be assessed and revised every year എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 മാനുവലുകളും, ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന 3 മാനുവലുകളും ഓരോ വർഷം, എവരി ഇയർ ആണ് അവർ പറയുന്നത് കേട്ടോ, ഓരോ വർഷം വിലയിരുത്താൻ വേണം, പരിഷ്കരിക്കുകയും വേണം.
എന്നാൽ മാത്രമേ അക്രഡിറ്റേഷന് പോകാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഈ പറയുന്ന ക്വാളിറ്റി സേഫ്റ്റി ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന 3 മാനുവലുകളും ഓരോ വർഷവും കൃത്യമായിട്ട് വിലയിരുത്തുകയും പരിഷ്കരിക്കുകയും ചെയ്തിരിക്കണം. അത്രയല്ലോ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തത് കമ്മിറ്റീസ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ചില കമ്മിറ്റികളുണ്ട്. അപ്പൊ ഏകദേശം 8ഓളം കമ്മിറ്റികൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ കമ്മിറ്റികളൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കാൻ നോക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അതായത് നമ്മൾ പഠിച്ചതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ച സമയത്ത് എന്താണ് ലാസ്റ്റ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അതിൽ വരുന്ന സൂപ്പർവൈസർ, അങ്ങനെ കുറെ ഫാർമസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ആശുപത്രിയിലെ അണുബാധ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കേട്ടോ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. രണ്ടാമത്തെ എന്താണ്? ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി അല്ലെ. ക്വാളിറ്റി അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലെ ഗുണനിലവാരം, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി. ഈ ചാപ്റ്ററിനകത്ത് തന്നെ നമ്മൾ ഒരു ഇത് പഠിച്ചിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ കണ്ടില്ലേ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ട അവരുടെ സ്റ്റാഫുകളുടെ ഒക്കെ ഒരു എന്താ പറയാ ഹൈറാർക്കിയൊക്കെ ഘടനയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ക്വാളിറ്റി സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെടുന്ന ചില കമ്മിറ്റികളൊക്കെയാണ് കേട്ടോ. അപ്പൊ അത്തരം കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാർമസി പഠിച്ചപ്പോ DTC എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതെന്ന് പറയുമ്പോൾ രോഗികളുടെ മരുന്ന് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഫാർമസിയൊക്കെ ആയിട്ട് റിലേറ്റഡ് ചെയ്യുന്ന കാര്യങ്ങള് എന്താ പറയാ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് അധികം ഫെമിലിയർ ഉള്ളത്, അധികം നിങ്ങൾക്ക് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയില്ല, കോഡ് ബ്ലൂ കമ്മിറ്റി. കേട്ടിട്ടുണ്ടോ അത്? കോഡ് ബ്ലൂ കമ്മിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കോഡ് ബ്ലൂ കമ്മിറ്റി എന്താണ്? കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിനെ കേട്ടിട്ടില്ല, അഫ്സല് പഠിച്ചിട്ടുണ്ട്, അഫ്സൽ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ടീമാണ് കേട്ടോ, അല്ലെങ്കിൽ ഹെൽത്ത് കമ്മിറ്റിയാണ് കേട്ടോ. അതന്നെ കറക്റ്റ് ആണ് കേട്ടോ ലിറ്റി. പേഷ്യന്റിന് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുന്ന കേസുകൾ. ഓക്കെ, ലിറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഹെൽത്ത് കമ്മിറ്റിയാണ്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു വിഭാഗത്തിലെ ആൾക്കാർ മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ പല പല വിഭാഗങ്ങളിൽ പെടുന്ന പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്, ഒരു ടീമാണ്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ ഈ കാർഡിയാക് അറസ്റ്റ് ലിറ്റി പറഞ്ഞ പോലെ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിങ് ചെയ്യേണ്ട ചില എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതിനൊക്കെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് കോഡ് ബ്ലൂ കമ്മിറ്റി. മനസ്സിലായോ പറഞ്ഞത്? കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറയുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രോഗിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക, അതിന് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ് കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. നമ്മൾ ബ്ലഡ് ബാങ്ക് ഒക്കെ പഠിച്ചതാണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു ഡോണറിൽ നിന്ന് ഒരു റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കേട്ടോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ഓക്കെ, അടുത്തതാണ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ എന്താണ് ഓരോ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ ഓരോരുത്തരുടെ കേട്ടോ ഓരോ രോഗിയുടെയും മെഡിക്കൽ റെക്കോർഡ്സ് അതിന് എന്താ പറയാ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് അവലോകനം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കമ്മിറ്റി, ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. പിന്നെ വരുന്നത് ഡിസിപ്ലിനറി ആൻഡ് ഗ്രൈവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ഡിസിപ്ലിനറി ആൻഡ് ഗ്രൈവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റിയാണ്. അതായത് ചിലപ്പോ ഈ ഹോസ്പിറ്റലിനകത്തുള്ള സ്റ്റാഫുകള് അവരുടെ മോശം ബിഹേവിയർ, അതായത് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അവരുടെ മോശം കണ്ടക്ട്, അതൊക്കെ അങ്ങനെയുള്ള അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമൂലം ഉണ്ടാകുന്ന പരാതികൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കേട്ടോ. ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ അച്ചടക്ക നടപടികളാണ് ഉദ്ദേശിക്കുന്നത്.
ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് പരാതികളാണ് കേട്ടോ. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ, ജീവനക്കാർ പേഷ്യൻസിനോട് ഇപ്പൊ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് മോശമായൊരു പെരുമാറ്റമാണെങ്കിൽ അതിന്റെ അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ പരിഹാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കമ്മിറ്റിയാണ് കേട്ടോ ഡിസിപ്ലിനറി ഗ്രൈവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. അടുത്തത് വരുന്നതാണ് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയാണ്. ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി, അതായത് വിത്തിൻ ദ ഹോസ്പിറ്റലിനകത്ത് ഉള്ളൊരു കമ്മിറ്റിയാണ്. അത് വന്നിട്ട് ഇപ്പം പ്രധാനമായിട്ടും ഇപ്പൊ സെക്ഷുവൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അവകാശങ്ങള് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പരാതികൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി. എത്രയുണ്ട്? 8 കമ്മിറ്റികളുണ്ട്. ഇതൊക്കെ നിർബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം കേട്ടോ. NABH അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രൈവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ദെൻ ലാസ്റ്റ് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? വേഗം പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. ഓക്കെ. എന്താണ് എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ആണല്ലോ? ഉറക്കം വരുന്നുണ്ട് ക്ലാസ് കേട്ടിട്ട്? യെസ്, ഉറക്കം വരുന്നുണ്ട്. എന്താണ് എന്റെ ക്ലാസ് പോറായതുകൊണ്ടാണോ അതോ പഠിക്കുന്ന വിഷയത്തിന്റെ ആയിട്ടാണോ? എന്താണ് പ്രശ്നം? എന്താണ്? സാരില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. വേറെ ക്ലാസ് ബോറല്ല, പഠിക്കുന്ന വിഷയത്തിന്റെ ആയിരിക്കും. ശരിക്കും ബോറാണത്, എന്താ പറയാ. പക്ഷെ നമുക്കിത് പഠിക്കണ്ടേ, ഇതിന് മാർക്ക് കിട്ടണ്ടേ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ പറയുന്നത് കേട്ടോ. അതിലൊന്നും നല്ല ടഫ് ഉണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മള് മനസ്സിലാക്കി വെക്കുക, ഒരു NABH അക്രഡിറ്റേഷൻ ഇന്ന കണ്ടീഷൻസ് ഒക്കെ വേണം, ആവശ്യങ്ങളുണ്ട്. മാനുവൽസ് ഉണ്ടായിരിക്കണം, കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. ഈ ഓരോ കമ്മിറ്റികളെ നമ്മൾ തിരിച്ചറിയാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോ കമ്മിറ്റി കണ്ടാൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടായാൽ മതി. ഓക്കെ, ഇനി നോക്കൂ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ്. പക്ഷെ കുറെ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ ഒരു റിക്വയർമെന്റ് ആണിത്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ KPI എന്നാണ് പറയുക കേട്ടോ. KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എവിടെയാണെന്നറിയോ? ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തം പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ 10ാമത് ഒരു പോയിന്റ് ആയിട്ട് ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നത് കണ്ടാ, സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ എന്ന് പറഞ്ഞോട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ KPI എന്താന്ന് പറഞ്ഞത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ? അതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നടപടികളൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല്? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട്, ഓക്കെ, ട്രാക്ക് ചെയ്യാന് അല്ലെങ്കിൽ വിലയിരുത്താൻ, അസസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളാണ് എന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ആ ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സൂചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 32 എണ്ണമുണ്ട് കേട്ടോ. 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ വളരെ മാൻഡേറ്റഡ് ബൈ NABH എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും വേണ്ട, നിർബന്ധമായിട്ടും ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ആ 32 എണ്ണം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, time taken for the initial assessment of indoor patients. കേട്ടോ, ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ അത് തന്നെ ഇൻപേഷ്യൻസ് ആണ് കേട്ടോ. ജസ്റ്റ് കറക്റ്റ് ആണ്. അതായത് ഈ ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയമാണ്. അതായത് നമ്മളൊരു പേഷ്യന്റ് വരുമ്പോഴേ അഡ്മിറ്റ് ചെയ്യൂലോ, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ നമ്മളൊരു പ്രൈമറി ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തും അല്ലെ. അപ്പൊ അവരുടെ അസുഖങ്ങളെ പറ്റി വൈറ്റൽസും മറ്റൊക്കെ എടുത്ത് നമുക്കൊരു ഇനീഷ്യൽ അസസ്മെന്റ് നമ്മൾ ആദ്യം നടത്തും, പ്രാഥമികമായിട്ട് വിലയിരുത്തും.
അതിനുശേഷം നമുക്കൊരു ഏകദേശം ഒരു കൺക്ലൂഷൻ ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഒരു ഡീപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്കൊക്കെ വൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ പറയുന്നത് ഇൻ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്, സമയം. അപ്പൊ അതൊക്കെ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു സൂചകമാണ്. അപ്പൊ പെട്ടെന്ന് ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ നടത്തുന്ന ഹോസ്പിറ്റലുകാരാണെങ്കിൽ അവരത്രയും എന്താണ് നല്ല വെൽ സ്റ്റാൻഡേർഡ് ആണെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ലേ പെട്ടെന്ന് വിലയിരുത്തലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്, ഡിലേ വരുത്താത്ത രീതിയിൽ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇൻഡോർ പേഷ്യൻസ് അഥവാ ഇൻ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയം ഒരു ഇൻഡിക്കേറ്റർ ആണ്. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഓക്കെ, ഡിസ്ചാർജിന് എടുത്തിട്ടുള്ള സമയം. ഇപ്പൊ ചില ഹോസ്പിറ്റലില് ഡിസ്ചാർജ് ചെയ്ത് കുറേ നേരം പിടിക്കും അല്ലെ. പൊതുവെ സാധാരണ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് എന്തായാലും വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാലോ, കുറച്ച് ബുദ്ധിമുട്ടുകൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഡിസ്ചാർജ് പ്രോസസ്സ്. അപ്പൊ കുറച്ച് ടൈം ഒക്കെ പിടിക്കും. അപ്പൊ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്, നല്ല ക്വാളിറ്റി സർവീസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. താമസം വരുമ്പോ അതിന്റെ അർത്ഥം അതത്ര നല്ല രീതിയിലായിരിക്കില്ല. അപ്പൊ അത് അങ്ങനെയാണ് അതിനെ അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് കേട്ടോ. അപ്പൊ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുത്ത സമയം. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഇവിടെ വായിക്കാന് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ. അപ്പൊ എന്താണ് പ്രഷർ അൾസർ എന്നുള്ളത് മനസ്സിലാക്കണം. പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിങ്ങനെ കുറെ നാളുകളോളം ബെഡ് റിഡൻ പേഷ്യൻസ് ആണ് കേട്ടോ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കുറെ ദിവസങ്ങളോളം നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ആളുകളില്ലേ, അവർക്ക് വരുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണോ എന്ന് വിചാരിക്കേണ്ട, അതല്ല കേട്ടോ. അതല്ല, അത് വേറെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മള് ഈ എന്താ പറയുക ഹോസ്പിറ്റലിലെ ബെഡില് കുറെ ദിവസങ്ങളോളം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഈ ബെഡിന്റെ പ്രതലവും ഈ രോഗിയുടെ എന്താ പറയാ സ്കിന്നുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ കുറെ ദിവസങ്ങളോളം അങ്ങനെ കോണ്ടാക്ട് വരും. എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഈ ഒരു ബെഡിന്റെ പ്രതലവും സ്കിന്നും ആയിട്ട് ഇങ്ങനെ ഒത്തിരി നാളിൽ ടച്ച് വരുന്ന സമയത്ത് ഈ സ്കിന്നിന്റെ ടിഷ്യൂസുകൾ അല്ലെങ്കിൽ അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് ഈ കിടപ്പ് തന്നെ കിടക്കുമ്പോ എന്താണ് മർദ്ദനത്തിലെ അൾസർ. മർദ്ദനത്തിലെ അൾസർ എന്നല്ല, മർദ്ദത്തിലെ അൾസർ എന്ന് ഉദ്ദേശിച്ച സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പൊ കുറെ ബാക്ക് പൊട്ടും, അതിന്റെ സ്കിന്ന് പൊട്ടാനായിട്ട് തുടങ്ങും കേട്ടോ. അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സ്കിന്ന് ഇങ്ങനെ പൊട്ടും, ഭയങ്കര അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ആവും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രഷർ മൂലമാണ് ആ ബെഡിന്റെ പ്രതലവും സ്കിന്നും തമ്മിൽ കുറെ നാളുകളോളം ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ വരികയാണ്, സ്കിന്നിലോട്ട് ഒരു പ്രഷർ വരികയാണ്. അറിയാലോ, ഇപ്പൊ ഹോസ്പിറ്റലിലെ ബെഡിനൊക്കെ അത്യാവശ്യം ഹാർഡ് ആയിട്ടുള്ള ബെഡായിരിക്കും. അതിനൊന്നും വേണ്ട. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെയും കാര്യം ഇല്ലാട്ടോ പറയുന്നത്, വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ചിലവരിങ്ങനെ കിടന്നു പോയിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും. യൂറിനേഷനും എല്ലാം കിടക്കയിൽ തന്നെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ കുറെ ദിവസങ്ങളോളം ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ്, സ്കിന്ന് പൊട്ടും, ചോര വരും, പഴുക്കും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള രോഗികളെ പരിചരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ എന്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ, എന്റെ ഒരു മാമന്റെ അമ്മയാണ്. അപ്പൊ അവര് വന്നിട്ട് ആള് തീരെ വയ്യാതെ കിടപ്പിലായി കുറെ ദിവസങ്ങളോളം വീട്ടിൽ തന്നെ വാട്ടർ ബെഡിൽ കിടത്തും. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നീട് അവരെ വാട്ടർ ബെഡിലോട്ട് മാറ്റി. ബെഡിൽ കുറെ നാളിങ്ങനെ കിടന്നിട്ടേ ഈ സ്കിന്നൊക്കെ പൊട്ടിയിട്ട് പ്രത്യേക സ്മെല്ലും വരും, പഴുക്കാൻ തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൗഡറൊക്കെ ഇട്ടും അങ്ങനെയൊക്കെ പരിചരിക്കുക ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നീട് ആ ബെഡ് മാറ്റിട്ട് വാട്ടർ ബെഡിലോട്ട് മാറ്റി. വാട്ടർ ബെഡ് അതാകുമ്പോ കുറച്ച് ആ ഒരു എന്താ പറയാ ഹാർഡ്നെസ് കുറച്ച് കുറയുമല്ലോ. അങ്ങനെ കുറെ നാൾ അങ്ങനെ കിടന്നിട്ടാണ് നിന്നെ മരിച്ചത്. അങ്ങനെയുള്ള കേസുകളാണ് ഈ പറയുന്നത്. അതാണ് ഈ പ്രഷർ അൾസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ കേട്ടോ. ആഫ്റ്റർ അഡ്മിഷൻ ആണ്, അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ വരുന്നൊരു അവസ്ഥയാണ് കേട്ടോ. അൾസർ എന്നാണ് പറയുക, പൊട്ടി പോകുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടോ, അതിന്റെ നമ്പർ, അതിന്റെ നിരക്ക്, അതൊക്കെ എന്തിനാ കണക്കാക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി സർവീസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും കേട്ടോ, വിലയിരുത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അടുത്തതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ
പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ വരുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ്. റിപ്പോർട്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുക. പേഷ്യന്റിന്റെ കേസിൽ നമ്മൾ രോഗനിർണയം ചെയ്തതിന് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ പറയുക അല്ലെ. അപ്പൊ ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും ചില ഇൻവെസ്റ്റിഗേഷൻ എറർ ആവാം. അതായത് കറക്റ്റ് രോഗനിർണയം ചിലപ്പോ ഡോക്ടർ നടത്തുന്ന അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ തെറ്റായിട്ടും വരാലോ, എറർ വരാം അതിനകത്ത്. കറക്റ്റ് രോഗനിർണയം ഒന്നും ആവണമെന്നില്ല, അവർ ഉദ്ദേശിച്ച രോഗം ആവണമെന്നില്ല, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാം, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ വരുന്ന എറർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന്റെ എണ്ണമാണ് കേട്ടോ. എറർ റിപ്പോർട്ട് ചെയ്തതിന്റെ എണ്ണം, എത്ര എണ്ണം എറർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ എണ്ണം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പൊ അതിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് എറർ വരുന്നുണ്ടെങ്കിൽ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ക്വാളിറ്റി അത്ര മെച്ചമില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതേസമയം എറർ കുറവാണെങ്കിലോ, എറർ കുറവാണെങ്കിൽ നല്ല ക്വാളിറ്റി സേവനമായിരിക്കും, അത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് കേട്ടോ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ട്രീസ്. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ട്രീസ്. മോക്ക് ഡ്രിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ സ്കൂളുകളിൽ നടത്താറുണ്ട്, ഹോസ്പിറ്റലിൽ പല സ്ഥാപനങ്ങളിലും നടത്താറുണ്ട് മോക്ക് ഡ്രിൽ അല്ലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും ദുരന്തം വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു മെത്തേഡാണ് മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കാം. അതെ, തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ ഉള്ള രോഗികളെ എല്ലാവരും വളരെ സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ജീവനക്കാർക്ക് എന്ത് വേണം, ഒരു പരിശീലനം കൊടുക്കണം. ശരിക്കും കത്തിക്കണ്ട, പക്ഷെ അങ്ങനെ വന്നാൽ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നൊരു ട്രെയിനിങ് അല്ലെ, എന്നൊരു എന്താ പറയുക ഒരു പരിചയ വർക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിപ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല സ്കൂളുകളിലും അതന്നെ ട്രയൽ അവർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം മോക്ക് ഡ്രിൽസിൽ എന്താണ് വരുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം, അതായത് വ്യതിയാനങ്ങളുടെ എണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാബ് ഉണ്ടല്ലോ, നമ്മുടെ നാബിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ ഉണ്ട്. ഇങ്ങനെ വല്ല ഡിസാസ്റ്ററോ മറ്റുള്ള വരുന്ന സമയത്ത് ഇന്ന രീതിയിൽ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് പ്രകാരം വേണം അവര് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. അപ്പോ ഇങ്ങനെ നമുക്ക് ശരിക്കും എന്താ മോക്ക് ഡ്രിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന നാബ് വെച്ചിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് എത്രത്തോളം വ്യതിയാനം വരുന്നുണ്ട്, എത്രത്തോളം വാരിയേഷൻ വരുന്നുണ്ട് എന്നതിന്റെ എണ്ണം. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞേ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതില് നാബ് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയയിൽ നിന്നും കാണിക്കുന്ന എത്രത്തോളം വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ വേണം ഈ പറയുന്ന എന്താ പറയാ പ്രിക്കോഷൻസ് മറ്റെടുക്കാൻ. അതേ നിലവാരത്തില് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ആ നിലവാരത്തിൽ ചിലപ്പോൾ കുറഞ്ഞ നിലവാരമായിരിക്കും. ആ ഒരു വാരിയേഷൻ, ആ ഒരു വ്യതിയാനം, സ്റ്റാൻഡേർഡിൽ നിന്ന് വരുന്ന വ്യതിയാനം, അതിന്റെ എണ്ണമാണ് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ക്ലിയർ ആയ? പറഞ്ഞേ എന്തൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞു? ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ എടുത്ത സമയം, ഡിസ്ചാർജിന് എടുത്ത സമയം, അതുപോലെ അഡ്മിഷന് ശേഷം രോഗികളിൽ കാണുന്ന പ്രഷർ അൾസേഴ്സ് അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ പ്രഷർ അൾസേഴ്സ്, അതിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ നിരക്ക്, അങ്ങനെയുള്ള സംഭവങ്ങള് അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം അല്ലെ, എറേഴ്സിന്റെ എണ്ണം, മോക്ക് ഡ്രില്ലില് ഒബ്സർവ് ചെയ്യുന്ന ചില വ്യതിയാനങ്ങളുടെ എണ്ണം, ഇതൊക്കെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് ഏതാണ്? പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അതായത് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ജോലി ചെയ്യുന്ന ജീവനക്കാര് അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ഒരു എന്താ പറയുക ശതമാനം എത്രത്തോളം അവർ പാലിക്കും. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ്. നമ്മുടെ രോഗനിർണയം നടത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ലാബ് അല്ലെ, ലബോറട്ടറി ഉണ്ട്, റേഡിയോളജി ഉണ്ട് അല്ലെ. അതിലൂടെ നമുക്ക് രോഗനിർണയിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് പഠിച്ചപ്പോൾ നമ്മൾ കുറെ ജീവനക്കാരെടുക്കേണ്ട കുറെ സേഫ്റ്റി മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ലബോറട്ടറി സർവീസ് പറഞ്ഞപ്പോഴും നിങ്ങൾ റേഡിയോളജി ഒക്കെ പഠിച്ചപ്പോൾ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്തരം ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാര് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിന്, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം, ഓക്കെ, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആണ് കേട്ടോ, ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതില്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അടുത്തതിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്സ്
വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. ഇതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അതായത് ഈ പറയുന്ന നമ്മുടെ മെഡിക്കേഷൻ ചാർട്ട്സ് ഉണ്ടല്ലോ, ഡോക്ടർമാരിപ്പോ രോഗികൾക്കായിട്ട് കൊടുക്കുന്ന മെഡിസിൻസിന്റെ ആ ഒരു ചാർട്ടിനകത്ത് ചില എന്താ പറയുക ഉപയോഗിക്കുന്ന, അതായത് ഈ പറയുന്ന എറർ പ്രോൺ ആയിട്ടുള്ള, എററിന് സാധ്യതയുള്ള ചില അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകള് അല്ലെങ്കിൽ ചില പ്രതീകങ്ങള്, അതിന്റെ ഒരു ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ മെഡിക്കേഷൻ ചാർട്ടില് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില സിംബൽസുകൾ, ചില അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകളാവാം, പ്രതീകങ്ങളായിരിക്കാം. അങ്ങനെ വരുന്നതിന്റെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസ് CC എന്ന് പറയുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് ml. ഇപ്പൊ മില്ലി ലിറ്റർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ CC എന്ന് സൂചിപ്പിക്കുകയാണെന്ന് വിചാരിക്കും. മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ml, ഇത്ര മില്ലി ലിറ്റർ മരുന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ml എന്ന് ഉപയോഗിക്കുന്ന CC എന്ന് പറയുന്ന ഒരു സിമ്പൽ ഉപയോഗിക്കുകയാണ്. യൂസിങ് CC ഇൻസ്റ്റെഡ് ഓഫ് ml. സത്യത്തില് CC എന്ന് പറഞ്ഞാലും മില്ലി ലിറ്റർ, ml എന്ന് പറഞ്ഞാലും എന്താണ്, രണ്ടും എക്വിവാലന്റ് ആണ്, രണ്ടും സെയിം തന്നെയാണ്. രണ്ടും എന്തിനെ തന്നെ സൂചിപ്പിക്കുന്നത്? വോള്യം, വ്യാപ്തത്തിനെ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. CC ക്യൂബിക് സെന്റിമീറ്റർ, ml എന്ന് പറയുന്ന മില്ലി ലിറ്റർ. രണ്ടും എന്താണ്, എക്വിവാലന്റ് തന്നെയാണ്. വോള്യം എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റീനെ എന്താ പറയുക സൂചിപ്പിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. പക്ഷെ ചിലർക്ക് കൺഫ്യൂഷൻ ആവും. 50 CC 50 ml എഴുതിയത് രണ്ട് വ്യത്യാസം ഉണ്ടോ? CC തന്നെയാണെങ്കിൽ ml, 50 CC 50 ml വ്യത്യാസം ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം, തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ 50 CC എന്ന് പറഞ്ഞാലും 50 ml എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ, ഒരേ അളവൊക്കെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അതുപോലെ ചിലത് യൂണിറ്റ്സ് എന്നുള്ളതിന് യൂന്ന് മാത്രം എഴുതും. യൂന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ യൂണിറ്റ്സ് തന്നെ എഴുതിയാലാണ് നമുക്കത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ മെഡിക്കേഷൻ ചാർട്ടില് എററിന് സാധ്യതയുള്ള ചില പ്രതീകങ്ങള്, ചുരുക്കെഴുതുകള്, അത് അങ്ങനെയൊക്കെ വരുന്നതിന്റെ ശതമാനം, അത് ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ എറർ വന്നാൽ എന്താ പ്രശ്നം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ എന്തുണ്ടാവും? അതിനനുസരിച്ച് ഒരുപാട് തെറ്റുകൾ അതിനകത്ത് വരും അല്ലെ. ചിലപ്പോൾ മരുന്ന് എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ തെറ്റ് വരും, മരുന്നുകളുടെ അളവിൽ വ്യത്യാസം വരും അല്ലെ. കൺഫ്യൂഷൻ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അടുത്ത പോയിന്റ് ഇതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നീ പറയൂ. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്, അതായത് പ്രതികൂലമായിട്ട് ഈ മരുന്ന് പ്രതികരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇൻപേഷ്യൻസിന്റെ, രോഗികളുടെ ശതമാനം. നമ്മൾ ഫാർമസി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞല്ലേ, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഇഫക്റ്റ്, ഡ്രഗ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം ശരീരത്തിനകത്ത് അല്ലെ. എല്ലാ മരുന്നുകൾക്കല്ല, പക്ഷെ ഉണ്ടാവാം, സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്, പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസുകളൊക്കെ ഉണ്ടാക്കുന്ന രോഗികളുടെ ശതമാനം. ചില രോഗികൾക്ക് മരുന്ന് കൊടുത്തു, അവർക്ക് പക്ഷെ ആ മരുന്ന് പറ്റുന്നില്ല, അതുപോലെ അവർക്ക് വേറെ എന്തെങ്കിലും അലർജിക് ആയിട്ടോ അല്ലെങ്കിൽ വല്ല സ്കിന്നിന് തടിക്കോ, സ്കിന്നിൽ ചൊറിച്ചില് വരികയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അത് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ് ആണ് അല്ലെ. അത്തരം കേസുകൾ വരുന്നതിന്റെ ശതമാനം, അത് ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, സൂചകമാണ്. ഓക്കെ, അടുത്തതാണ് എന്ത്? പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ് അല്ലെ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അൺപ്ലാനഡ് ആയിട്ട്, അതായത് ഒരു ആസൂത്രണം ഇല്ലാതെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ളൊരു മടക്കം, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു പോകുന്ന അതിന്റെ ശതമാനം. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു സർജറി കഴിഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലാണല്ലോ സർജറി ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ സർജറി കഴിഞ്ഞു, ഇനീഷ്യൽ സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 72 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ അടുത്തൊരു സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതാണ്, അതായത് അൺപ്ലാനഡ് ആയിട്ട് വരുന്നത്. ആദ്യം ഒരു സർജറി കഴിഞ്ഞു, രോഗിനെ പുറത്തിറക്കി, അപ്പൊ ആ ഒരു ഇനീഷ്യൽ സർജറിയിൽ ഇപ്പൊ എന്തെങ്കിലും
കോംപ്ലിക്കേഷൻസ് വരിക, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ, അല്ലെങ്കിൽ തെറ്റായിട്ട് വല്ല സർജറി സൈറ്റ് ഒക്കെ മാറിപ്പോയി തെറ്റായിട്ട് വല്ല സർജറി ഒക്കെ ചെയ്ത് അതുമൂലം പേഷ്യൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ പറയുന്നത്. അതാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഡ്യൂട്ടി. അൺപ്ലാൻഡ് ആയിട്ട് പോകുന്നതാണ് അല്ലെ, ഒരു ഇനീഷ്യൽ സർജറിക്ക് ശേഷം ആസൂത്രണമില്ലാതെ പെട്ടെന്ന് തന്നെ വീണ്ടും രണ്ടാമതൊരു ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അതിന്റെ ശതമാനം. അതെന്നൊക്കെ പറയുന്നത് നല്ലൊരു ഇൻഡിക്കേറ്റർ, നല്ലൊരു ഇതല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സർജറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ രണ്ടാമതൊരു സർജറി ചെയ്യേണ്ട സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ നമുക്ക് പേഷ്യന്റിന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി കെയർ ഒക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കേട്ടോ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എന്ത്, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമീപ നഷ്ടങ്ങളുടെ ശതമാനമാണ്. സമീപ നഷ്ടങ്ങളുടെ ശതമാനം. അതായത് നമ്മളിപ്പോ രോഗികൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം മൂലം ഈ രോഗിക്ക് ഹാനികരമാവുന്ന രീതിയിൽ, ഇപ്പൊ രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമോ, അല്ലെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ട് വരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അടുത്ത് ഉണ്ടാവാണ്. പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ ജീവനൊന്നും നഷ്ടമായിട്ടില്ല. ഏതോ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനുകൂല സാഹചര്യങ്ങൾ കൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്യാന്ന് വിചാരിക്കാം. റെയിൽവേ പാളം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അതിൽ കൂടെ ട്രെയിൻ കടന്നു പോയെന്ന് വിചാരിക്കാം. അപ്പൊ അത് നിയർ മിസ്സാണ്. അതായത് നമ്മൾ ഒരു സെക്കൻഡ് മുന്നിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ട്രെയിൻ നമ്മളെ തട്ടുമായിരുന്നു. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്ത വഴിക്ക് ട്രെയിൻ അതിൽ കൂടെ പോവാണ്. അപ്പൊ നമ്മൾ ഈശ്വര ഒരു സെക്കൻഡ് നേരത്തെ ആയിരുന്നെങ്കിൽ ആ ട്രെയിൻ നമ്മൾ ഇടിച്ചേനെ അല്ലെ. അപ്പൊ അതങ്ങനെ ഒരു നമ്മുടെ ജീവൻ തന്നെ നഷ്ടമായില്ല എന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ പേഷ്യൻസിനാവാം, മറ്റ് സ്റ്റാഫുകൾ ആർക്ക് വേണമെന്നാവട്ടെ, രോഗികൾക്ക് മാത്രമല്ല അവിടുത്തെ സന്ദർശകർക്കോ മറ്റേതെങ്കിലും ജീവനക്കാർക്ക് അവരുടെ മരണത്തിന് വരെ അവരുടെ ജീവന് ഹാനികരം അത് തന്നെ. നിയർ ടു ഡെത്ത് ബട്ട് നോട്ട് ഹാപ്പൻഡ്. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ കോംപ്ലിക്കേറ്റഡ് ആയി. അത് തന്നെ സംഭവം കേട്ടോ. അതായത് അടുത്ത് വന്നു പക്ഷെ അവർക്ക് മരണമൊന്നും സംഭവിച്ചില്ല, അങ്ങനെ കേസുകൾ വരില്ലേ, അതിന്റെ ശതമാനമാണ് കേട്ടോ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. അതൊക്കെ ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നെഗ്ലിജൻസ് കൊണ്ടൊക്കെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അത് തന്നെ ജിഷ്ണ പറഞ്ഞു, തലനാരിലേക്ക് രക്ഷപ്പെട്ടു. അത് തന്നെ കറക്റ്റ് തന്നെ കേട്ടോ. ഓക്കെ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് ഒരു പേഷ്യന്റിന്റെ അവരുടെ സമ്മതമില്ലാതെ അല്ലെ, പൂർണ്ണമായിട്ടുള്ള സമ്മതമില്ലാതെ ചെയ്യുന്ന ചില ട്രീറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയറുകളാവാം. അങ്ങനെയുള്ള കേസുകളുടെയൊക്കെ ശതമാനമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സർജറി ഒക്കെ ചെയ്യണമെങ്കിലും മറ്റെന്ത് രോഗിയുടെ വിവരങ്ങളും പുറത്തു വിടണമെങ്കിൽ എന്ത് വേണം, രോഗിയുടെ കൺസെന്റ് വേണം അല്ലെ. രോഗിയുടെ മാത്രമല്ല അവരുടെ ക്ലയൻസിന്റെ ഒക്കെ കൺസെന്റ് ആവശ്യമാണ്. ചിലപ്പോ ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് വേണ്ടത്ര സമ്മതമില്ലാതെ ഇംപെർഫെക്റ്റ് ആയിട്ട് ശരിയായ രീതിയിലല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ പ്രൊസീജിയറോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെയൊക്കെ ശതമാനം, മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഓക്കെ, അടുത്തതാണ് എന്ത്, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അത്തരം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഇതൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, സൂചകമാണ്. അടുത്ത പോയിന്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് സ്യൂട്ടബിൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. എന്നിട്ട് വായിക്കാണ്, പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് ദ സ്യൂട്ടബിൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. അതായത് ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം. എന്താണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആന്റിബയോട്ടിക്സ് തന്നെ നമ്മളിപ്പോ സർജറിക്കൊക്കെ ആയിട്ട് മുമ്പായിട്ട് ഈ സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സർജറിക്ക് മുമ്പായിട്ടൊക്കെ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് മെഡിസിൻസ് ആണ് കേട്ടോ. അതാണ് ഈ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സർജറിക്ക് മുന്നേ കൊടുക്കുന്നതാണ്. ഇപ്പൊ സർജറിക്ക് ശേഷം പല സർജറി സമയത്തൊക്കെ എന്തെങ്കിലും റിസ്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാനായിട്ട്, റിസ്കിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതന്നെ പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ ആന്റിബയോട്ടിക്സ്. അതാണ് പ്രോഫൈലാക്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം, എത്ര പേഷ്യൻസ് ഒരു നിർദ്ദിഷ്ട സമയം അവർ പറയുന്നത്, ഒരു ടൈം ലൈൻ അവർ പറയുന്നുണ്ട്, അതിനുള്ളിൽ ഇത്തരത്തിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന് അത്തരം കേസുകളുടെയൊക്കെ ശതമാനം അവര് കണക്കിലിടും. ഓക്കെ, അതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, സൂചകമാണ്. നെക്സ്റ്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent the hostile events like wrong site, wrong patient and wrong surgery have been adhered to. The percentage of surgeries where the organization's procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. അതായത് ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിനകത്ത് ഇപ്പൊ തെറ്റായിട്ട് എന്തെങ്കിലും ഇപ്പൊ റോങ് സൈറ്റിൽ സർജറി ചെയ്യാം, അതുപോലെ തെറ്റായ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ കറക്റ്റ് സൈറ്റ് മാറിപ്പോവാ. അത് ഇവിടെ പറഞ്ഞല്ലോ, റോങ് സൈറ്റ് പറഞ്ഞു. റോങ് പേഷ്യന്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ രോഗിക്ക് ആവശ്യമില്ലാത്തൊരു സർജറി ആയിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. അവർക്ക് തന്നെ അത്ര അത്യാവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സർജറി അവരുടെ ചെയ്യുക. റോങ് സർജറി, തെറ്റായ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചില ഹോസ്റ്റൈൽ ഇവന്റ്സ് അല്ലെ, നമ്മൾ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും, അവരുടേതായ ചില നടപടിക്രമങ്ങളൊക്കെ അവര് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട്. അപ്പൊ അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് എത്ര സർജറികൾ അവിടെ നടന്നിട്ടുണ്ട്, ഈ പറയുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അതായത് തെറ്റായ സർജറി എന്ന് പറയുമ്പോൾ പലതരത്തിലാവാം. ഒന്നില്ലെങ്കിൽ തെറ്റായ സൈറ്റിൽ ചെയ്യാം, അതായത് ശരിക്കും ചെയ്യേണ്ട ഭാഗത്ത് സർജറി ചെയ്യാണ്ട് വേറെ ഏതെങ്കിലും മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി സർജറി ചെയ്യുക, അല്ലെങ്കിൽ റോങ് പേഷ്യൻസ്. തെറ്റായ പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചില പേഷ്യൻസിനെ ഇപ്പൊ അവർക്ക് ആവശ്യമില്ലാത്തൊരു സർജറി അവരുടെ ശരീരത്തിൽ ചെയ്യാം, തെറ്റായ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്യാം. അപ്പൊ മെഡിക്കൽ നെഗ്ലിജൻസ് പോലെ എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്യുമ്പോൾ ഉള്ളിൽ വല്ലതൊക്കെ വെച്ച് തുന്നിക്കൂട്ടി പിടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നെഗ്ലിജൻസിന്റെ കാര്യം പറയാം, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ, അങ്ങനെയുള്ള അപകടകരമാവുന്ന കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചില പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ഓൾറെഡി അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും, എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ പാലിച്ചുകൊണ്ട് എത്ര സർജറികൾ അവിടെ നടന്നിട്ടുണ്ട്, എല്ലാ മെഷേഴ്സുകളും യൂസ് ചെയ്ത് എത്ര സർജറികൾ അവിടെ നടന്നിട്ടുണ്ട് എന്നതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചേ. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent the hostile events like wrong site, wrong patient and wrong surgery have been adhered to. Okay, clear ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര മതി. കാര്യം എന്താന്ന് വെച്ചാ നിങ്ങൾ ചിലപ്പോ എന്നെ പ്രാകുന്നുണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും. ഇനി അടുത്ത പോയിന്റ്സ് 32 ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗങ്ങള് അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ പറയാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. വൈകി വന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മള് നാബിന്റെ ഗൈഡ് ബുക്കിനെ കുറിച്ച് പറഞ്ഞു. 10 ചാപ്റ്റേഴ്സ് പഠിക്കണം കേട്ടോ, 100 സ്റ്റാൻഡേർഡ്സ്, പിന്നെ എന്തെന്ന് പറഞ്ഞ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് കേട്ടോ. സ്റ്റാൻഡേർഡ് എന്താന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ് കേട്ടോ. ഒരു പെർഫോമൻസ് പ്രകടനത്തിനായിട്ടുള്ള ഒരു കൂട്ടം. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കുന്നതിന് ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശം, അതാണ് അവിടെ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒറ്റ സെന്റൻസിൽ അവർ പറഞ്ഞു, ഇറ്റ് ഇസ് ദ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. ഈ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രകടനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അളവുകോലുകളാണ് കേട്ടോ. മെഷറബിൾ ടൂൾസ് ആണ് എലമെന്റ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതിന് 4 കാറ്റഗറികളാണ് നമ്മൾ എടുത്തേക്കുന്നത്. 102 ഘടകങ്ങളുള്ള കോർ കാറ്റഗറി. അത് നിർബന്ധമായിട്ടും ഓരോ മൂല്യനിർണ്ണയ സമയത്ത്, ഈച്ച് അസസ്മെന്റ് എന്നാ പറയുന്നത് കേട്ടോ, ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തേണ്ട ഘടകങ്ങൾ. 459 ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ്. അത് അന്തിമ
അന്തിമം അതായത് ഫൈനൽ അസസ്മെന്റ് സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. പിന്നെ 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി, അത് നിരീക്ഷണ എന്താ പറയാ നിരീക്ഷണ സമയത്ത് സർവൈലൻസ് അസസ്മെന്റ് നിരീക്ഷണ സമയത്ത് മൂല്യനിർണ്ണയ സമയത്ത് ഉപയോഗിക്കേണ്ട ഘടകങ്ങളാണ്. ലാസ്റ്റ് 30 നമ്മൾ പറഞ്ഞത് എക്സലൻസ് കാറ്റഗറി ആണ്, അത് റീ അക്രഡിറ്റേഷൻ ട്ടോ. റീ അക്രഡിറ്റേഷൻ നമ്പർ നോട്ട് ചെയ്യാം, ഏത് കാറ്റഗറി ആണെന്ന് നോട്ട് ചെയ്യാം, ആ കാറ്റഗറി എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. 3 കാര്യങ്ങളാണ് കേട്ടോ അവിടെ നോട്ട് ചെയ്യണം. നമ്പർ നോട്ട് ചെയ്യണം, ഏത് കാറ്റഗറി ആണെന്ന് നോട്ട് ചെയ്യണം, എന്താണ് ആ കാറ്റഗറിയോട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ NABH സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ പേഷ്യന്റ് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ മീൻസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡുകളുടെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക. ഒരു സ്റ്റാൻഡേർഡ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണ് പേഷ്യന്റ് സെന്റേഡ്, ഏതാണ് ഓർഗനൈസേഷൻ സെന്റേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ഓക്കെ, അത് എന്താണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല, ഫുൾ ഫോമും അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ്, എന്തൊക്കെ റിക്വയർമെന്റ്സ്? ഒന്ന് നമ്മൾ പറഞ്ഞു മാനുവൽസ്, 3 കാര്യങ്ങളുടെ മാനുവലാണ്. ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ പറയുന്ന 3 മാനുവലുകളും ഓരോ വർഷവും എവരി ഇയർ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം, അതുപോലെ തന്നെ പരിഷ്കരിക്കണം. പിന്നെ 8 കമ്മിറ്റികൾ, കമ്മിറ്റികൾ 8 എണ്ണം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇൻ പേഷ്യൻസിൽ കൊടുക്കുന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ സമയം, ഡിസ്ചാർജിന് എടുത്ത സമയം, അഡ്മിഷന് ശേഷം പ്രഷർ അൾസേഴ്സ് വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം, ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ എണ്ണം, മോക്ക് ഡ്രിൽസ് നടത്തുമ്പോൾ സ്റ്റാൻഡേർഡിൽ നിന്നും വ്യതിയാനം കാണിച്ചതിന്റെ എണ്ണം, എത്രത്തോളം കേസുകൾ എന്തോരം വ്യതിയാനം ഡീവിയേഷൻസ് വന്നിട്ടുണ്ട് അതിന്റെ എണ്ണം. പിന്നെ നമ്മൾ പറഞ്ഞു മറ്റേ ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് എറർ പ്രോൺ ആയിട്ടുള്ള അല്ലെ, നമുക്ക് എറർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില അബ്രീവിയേഷൻസ് അല്ലെ, പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചത് മെഡിക്കേഷൻ ചാർട്ട്സ് അതിന്റെ പെർസെന്റേജ്, അങ്ങനെ എറർ തോന്നിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം എത്രയാണ്, അതുപോലെ പ്രതികൂല മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഇൻപേഷ്യൻസിന്റെ ശതമാനം, പിന്നെ ആസൂത്രിതമല്ലാത്ത രീതി, ആസൂത്രിതമല്ലാതെ ഒരു ഇനീഷ്യൽ സർജറിക്ക് ശേഷം വീണ്ടും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി പോവേണ്ട വരുന്ന സാഹചര്യങ്ങളുണ്ട് അതിന്റെ ശതമാനം, നിയർ മിസ്സസ് നിങ്ങൾ പറഞ്ഞ പോലെ തലനാരിക്ക് രക്ഷപ്പെടുന്ന കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ശതമാനം, പിന്നെന്താണ് പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ നടത്തുന്ന ചില കേസുകൾ ഉണ്ടാവും, അങ്ങനത്തെ മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ ഉണ്ടായിരിക്കും, അതിന്റെ ശതമാനം, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ ശതമാനം, പിന്നെ പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള രോഗികളുടെ ശതമാനം, പിന്നെ തെറ്റായ സർജറികളൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ പ്രിവെന്റീവ് മെഷേഴ്സ് പാലിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സർജറികൾ കേട്ടോ അതിന്റെയൊക്കെ ശതമാനം. ക്ലിയർ ആണോ പറഞ്ഞത്? വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഞാന് അൺമ്യൂട്ട് ചെയ്യാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ശരിയെന്നാ അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാമല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു.